ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഹാപ്പി ഫിഷസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അജ്മാൻ അക്വേറിയം എന്നുള്ള ഷോപ്പിനെ കുറിച്ചാണ്. UAE തന്നെ നമ്പർ 1 ഷോപ്പായിട്ടുള്ള ഹോൾസെയിലും റീറ്റെയിലും ഒരുപോലെ ചെയ്യുന്ന അജ്മാൻ അക്വേറിയം എന്നുള്ള ഷോപ്പിനെ കുറിച്ചാണ്. അവിടെ നമുക്ക് ജസ്റ്റ് പോയിക്കേണ്ടതുണ്ടെങ്കിൽ ഒത്തിരി ഡെക്കറേഷൻസ്, അക്വേറിയം, ടാങ്ക്സ്, ഫിഷ് ടാങ്ക്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഒത്തിരി ടാങ്ക്സ് അവിടെ അവൈലബിൾ ആണ്. ചെറുത്, വലുത് തുടങ്ങിയ ഒരുപാട് 60 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ, 23, 28 അങ്ങനെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഉണ്ട്. കളേഴ്സ് ഉണ്ട്, പിങ്ക്, ബ്ലൂ, പിന്നെ വൈറ്റ്, ബ്ലാക്ക്, അങ്ങനെ ഒത്തിരി കളേഴ്സ് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഒരുപാട് ഡെക്കറേഷൻസ് കാണാൻ പറ്റും. നമുക്കിപ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റി ഇപ്പോൾ ഒരേപോലെ തന്നെ ഒരു 4-5 പീസൊക്കെ ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി അവിടെ അവൈലബിൾ ആണ്. അവിടെ ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലായ്പ്പോഴും സ്റ്റോക്ക് അവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി സ്റ്റോക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഒത്തിരി ഐറ്റംസ് ഒരേപോലത്തെ വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എത്തിച്ചേരും. അവരുടെ ഗോഡൗണിൽ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞു കേട്ട്. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ്. നമുക്ക് ചെറിയ ടാങ്കിന് ഒക്കെ വയ്ക്കാൻ പറ്റിയ രീതിക്കുള്ള, ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്. ചെറിയ ടാങ്കിലേക്കും അതുപോലെ കുഞ്ഞു ഗ്ലാസ് ബോളിലേക്കും അങ്ങനെ ഒരുപാട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരുപാട് തന്നെ അധികം പ്ലാന്റ്സ്, ഡെക്കറേഷൻസ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഹൈഡിങ് സ്പോട്ട് ഉണ്ട്. ഹൈഡിങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫിഷൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് പോട്ട്സ് അവൈലബിൾ ആണ്. ഹൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. പിന്നെ നമ്മുടെ പ്ലിക്കോനൊക്കെ വേണ്ടിയുള്ള അതിനുള്ള വേവ്സ് ഉണ്ട്. പ്ലിക്കോന് വേണ്ടുന്ന ഹൗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലിക്കോനിപ്പോൾ ഹൈഡിങ് സ്പേസ് ആവശ്യമാണല്ലോ. ഒരുപാട് വെറൈറ്റീസ് പ്ലിക്കോസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടുന്നുള്ള ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ള ഡെക്കറേഷൻസ് ഉണ്ട്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരുപാട് ഡെക്കറേഷൻസ് പോയവരുണ്ടാവും, അവർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അതേപോലെ ഓക്സിജൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങും താഴെയും ചെയ്യുന്ന ഒത്തിരി ഡെക്കറേഷൻസ് ഉണ്ട്. അതേപോലെ ബ്രീഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ബ്രീഡിംഗ് ബോക്സ്. ഇപ്പോൾ ഗപ്പീസൊക്കെ ബ്രീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ താഴോട്ട് പോകും, മേലെ അവരുടെ പാരൻസ് ഉള്ള രീതിക്കുള്ള ബ്രീഡിംഗ് ബോക്സ് അവൈലബിൾ ആണ്. അതിൻ്റെ നെറ്റിൻ്റെ ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്, അതൊക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഫൈറ്റർ ഒരേപോലെ തന്നെ ഒരു ടാങ്കിൽ തന്നെ പാർട്ടീഷൻ ചെയ്ത് 3 പീസ് ഒരുമിച്ചിടാൻ പറ്റിയ രീതിക്കുള്ള ബെറ്റ ടാങ്ക് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ പ്ലാന്റ്സ്, വലിയ പ്ലാന്റ്സ് വേണമെന്ന് വെച്ചാൽ അതും അവൈലബിൾ ആണ്. അതിൻ്റെ കളേഴ്സ് ഉണ്ട്, ഗ്രീന്, അതുപോലെ തന്നെ അതിൽ തന്നെ ബ്ലൂ വരുന്നുണ്ട്. അതും കുറച്ച് ഭംഗിയുള്ള ടൈപ്പാണ്, നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. നമുക്ക് അക്വേറിയത്തിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള നല്ല പ്ലാന്റ്സ്, ഡെക്കറേഷൻസ്. പിന്നെ നല്ല വുഡൊക്കെ അവൈലബിൾ ആട്ടോ. ഡ്രിഫ്റ്റ് വുഡ്, അതൊക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ ടാങ്ക്, വലിയ ടാങ്കിലോട്ട് വരികയെന്ന് വെച്ചാൽ 90 സെൻറ്റിമീറ്റർ. അതിൻ്റെ ടാങ്ക്, ടേബിള് രണ്ടും കൂടെ പ്രൈസ് വരുന്നത് 1013 ആണ്. അത് ക്രിസ്റ്റൽ ക്ലിയർ ഗ്ലാസ് ആണ്. അതിൻ്റെ തന്നെ 1.5 അവൈലബിൾ ആണ്. 1.5 മീറ്റർ. അതിൽ ഡെക്കറേഷൻസ് മറ്റേ ഡ്രിഫ്റ്റ് വുഡൊക്കെ അവർ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുകയാണ്. AJ എന്നാണ് കമ്പനിയുടെ പേര്. അത് അവരുടെ ഓൺ ബ്രാൻഡാണ്. അജ്മാൻ അക്വേറിയം അവരുടെ ഓൺ ബ്രാൻഡാണത്. 1.5 മീറ്ററിൻ്റെ പ്രൈസ് വരുന്നത് 2520 ആണ്. 2520. അതാണ് 1.5 മീറ്ററിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ 1 മീറ്റർ സബ് ടാങ്ക് ഇവിടെ അവൈലബിൾ ആണ്. ക്ലിയർ അക്വാട്ടിക്സ് എന്നാണ് ആ കമ്പനിയുടെ പേര് വരുന്നത്. 1 മീറ്റർ ആണ്, അത് സബ് ടാങ്കാണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് 3920 ആണ്. അതിൽ സമ്പിൻ്റെ ഒരു ചെറിയൊരു വ്യൂസ് കാണിച്ചു തരാം. ഇതാണ് സമ്പ് ഉള്ളത്. സംഭവമൊക്കെ അതിനെക്കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും. അതിൻ്റെ ഹെവി ഫിൽട്രേഷൻ ആയിരിക്കും, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. പിന്നെ 180 സെൻറ്റിമീറ്റർ അവിടെ അവൈലബിൾ ആണ്. അത് കമ്പനി വരുന്നത് സൺസൺഡേ ആണ്. സൺസൺ കമ്പനിയുടെ. അതിൻ്റെ പ്രൈസ് വരുന്നത് 7665. 180 സെൻറ്റിമീറ്റർ. അതിൻ്റെ വൈറ്റ് കളർ അവൈലബിൾ ആണ്. പിന്നെ അന്വേഷിച്ചപ്പോൾ ബ്ലാക്കും അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത്. ബ്ലാക്ക് വന്നിട്ട് 2 മീറ്റർ എന്നാണ് പറഞ്ഞത് കേട്ട്. സൺസൺഡേ തന്നെ 2 മീറ്ററും അവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഫൗണ്ടൈൻ അക്വേറിയം കാണാൻ പറ്റും. ഫൗണ്ടൈൻ അക്വേറിയം
നല്ല രീതിക്കുള്ള തന്നെ 2-3 സൈസ് അവിടെ അവൈലബിൾ ആണ്. 22 സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ, അങ്ങനെ 1-2 സൈസ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഫൈറ്റർ ഫിഷ്, ഗപ്പി ഫിഷിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിക്കുള്ള പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഫിൽട്രേഷൻ സഹിതം വരുന്ന അക്വേറിയംസാണിത്. അത് 3 പാർട്ടീഷൻ്റെ ഉണ്ട്, 4 പാർട്ടീഷൻ്റെ ഉണ്ട്, 8 പാർട്ടീഷൻ്റെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഗപ്പിയാണെന്ന് വെച്ചാൽ സിംഗിൾ ഓരോ പെയർ, സ്പെഷ്യൽ ഹൈബ്രിഡ് പെയറൊക്കെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വയ്ക്കാൻ പറ്റുന്ന രീതിക്കുള്ള സ്പ്ലിറ്ററായിട്ടുള്ള പാർട്ടീഷൻ ടൈപ്പ് അക്വേറിയംസാണ്. അതേപോലെ ചെറിയ ടാങ്കുകളുണ്ട്, 2 ഗപ്പി അല്ലെങ്കിൽ ഒരു ഫൈറ്ററൊക്കെ ഇടാൻ പറ്റിയ രീതിക്കുള്ളത്. ഇതെല്ലാം ഇപ്പോൾ നമുക്കിപ്പോൾ ഫിൽറ്റർ ഒന്നും വേണ്ടാത്ത പാർട്ടീഷൻ ഗ്ലാസ് ടൈപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ അത് അവിടെ അവൈലബിൾ ആണ്. ഫൈറ്ററൊക്കെ ഇടാൻ പറ്റിയ രീതിക്കുള്ള നല്ല നല്ല ഗ്ലാസ്സുകൾ. ഓൾമോസ്റ്റ് അവരുടെ എല്ലാ അക്വേറിയം AJ എന്നാണ്, എന്ന് വെച്ചാൽ അവരുടെ ഓൺ ബ്രാൻഡ് ആയിട്ടുള്ള അജ്മാൻ അക്വേറിയം, അവരുടെ ഓൺ ബ്രാൻഡ് ആയിട്ടുള്ള അക്വേറിയം ഗ്ലാസ്സസാണ് അവിടെ ഉണ്ടാവുക. എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ഗ്ലാസ്സുകളാണ്. ആ ഗ്ലാസ്സിനെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫിഷിൻ്റെ ടാങ്ക്, ഫിഷ് ഡിസ്പ്ലേക്കുള്ള ഒത്തിരി ടാങ്ക് ഉണ്ട്. കുറേ ഫിഷുകൾ നമുക്ക് കാണാൻ പറ്റും അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതേപോലെ കുറേ ഫൈറ്റർ ഫിഷ് ഉണ്ട്, ബെറ്റാസിൻ്റെ നല്ല നല്ല വെറൈറ്റീസ് അവിടെ കാണാൻ പറ്റും. ഹാഫ് മൂൺ, മസ്താഡ്, കൗ ബെറ്റ, ബട്ടർഫ്ലൈ, കോയി ഹാഫ് മൂൺ, അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബെറ്റാസ് കാണാൻ പറ്റും. അതേപോലെ നല്ല നല്ല മോൺസ്റ്റർ ഫിഷുകൾ അവിടെ ഉണ്ട്, പീക്കോക്ക് ബാസ്, ബ്ലൂ ഹോക്ക്, അങ്ങനെയുള്ള കുറേ ഫിഷുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ടാങ്കുകളുണ്ട്, ഒരുപാട് ഫിഷുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ വെറൈറ്റീസ് ഉണ്ട്. അതേപോലെ സ്റ്റിംഗ്രേ, അറവാണ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസാണ് അവിടെ ഉള്ളത്. കോയിക്കാർപ്പ്, ഫ്ലവറോണിൻ്റെ അതേപോലെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഒരു 165 പ്രൈസ് വരുന്ന ടൈപ്പിൽ നല്ല നല്ല ഫ്ലവറോൺസ്, നല്ല പാറ്റേണും കളറൊക്കെ ഉള്ള ഹെഡൊക്കെ ഉള്ള നല്ല നല്ല ഫ്ലവറോൺ അവിടെ അവൈലബിൾ ആണ്. അതുപോലെ 175 ഷോർട്ട് ബോഡി ടൈപ്പ്, അതെല്ലാം അവിടെ അവൈലബിൾ ആണ്. ആ സ്റ്റോക്ക് വരുന്ന ദിവസം പോയിട്ടുണ്ടെന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഫിഷുകൾ കാണാൻ പറ്റും. വീക്കിലി 3 ഷിപ്മെൻറ്റ് അങ്ങനെ വരുന്നവർക്ക്, ചില വീക്കിലി 4 ഷിപ്മെൻറ്റ് വരുന്നുണ്ട്. ഫ്ലവറോൺ മെയിനായിട്ട് വരുന്നത് വിയറ്റ്നാം, തായ്ലാൻഡ്, നല്ല ക്വാളിറ്റിയാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. 125 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. നല്ല നല്ല ഹെഡ് പാറ്റേണൊക്കെ ഉള്ള ഒത്തിരി ഫ്ലവറോൺസുകൾ നിങ്ങൾക്ക് അവിടെ ഷിപ്മെൻറ്റ് വരുന്ന ദിവസം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. പിന്നെ ഗ്ലോലൈറ്റ് ടെട്ര എന്ന് പറയും, അതിൻ്റെ അവൈലബിൾ യെല്ലോ, ഗ്രീന്, പിന്നെ ബ്ലൂ, അതുപോലെ ഗ്രീൻ്റെ യെല്ലോ, ലൈറ്റ് ഗ്രീന്, പിങ്ക്, പേർപ്പിള്, ഇതൊക്കെ ഡിഫറെൻറ്റ് ടാങ്കായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. അതേപോലെ ഷോർട്ട് ബോഡി ടൈഗർ ബാർബ്, നോർമലി നമ്മൾ ടൈഗർ ബാർബ് കാണുന്നത് ലോങ് ബോഡി ആയിരിക്കും, അത് ഷോർട്ട് ബോഡിയാണ്. പിന്നെ ഗോൾഡ് ഫിഷിൻ്റെ ഒറണ്ട ടൈപ്പ്, ഒരുപാട് ഗോൾഡ് ഫിഷിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ ഗോൾഡ് ഫിഷിൻ്റെ വെറൈറ്റീസ് കുറച്ച് കുറവാണ്. ഇപ്പോൾ പേൾ സ്കെയിൽ ഗോൾഡ്, പിന്നെ ആ ഒറണ്ട ടൈപ്പ് മാത്രമേ സ്റ്റോക്കുള്ളൂ. അവർക്ക് ചൈനയുടെ ഷിപ്മെൻറ്റ് വരുന്ന ദിവസം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി വെറൈറ്റീസ് കാണാൻ പറ്റും ഗോൾഡ് ഫിഷിൻ്റെ. പിന്നെ അത് ചിക്ലറ്റ്സ് മെയിനായിട്ട് വരുന്നത് തായ്ലൻഡിൽ നിന്നാണ്. അതിലും കുറേ വെറൈറ്റീസ് ഉണ്ട്. യെല്ലോ ലാബ്, കടങ്കോ, വൈറ്റ്, റെഡ് ജേക്കപ്പ്, ഓബി പീക്കോക്ക്, പിങ്ക്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ഉണ്ട് ചിക്ലറ്റ്സിൻ്റെ. യെല്ലോ ബ്ലേസ്, ബ്ലൂ ബ്ലേസ്, അങ്ങനെ കുറേ ഒത്തിരി ചിക്ലറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. ഇത് യെല്ലോ ഫിൻ ബാർബ്, ഇപ്പോൾ സ്കൂളിംഗ് ഫിഷ് ആയിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നന്നായിരിക്കും. നല്ല സ്കൂളിംഗ് ആയിട്ട് അങ്ങോട്ടും ഒരു ഗ്രൂപ്പായിട്ട് മൂവ് ചെയ്യുന്ന ഫിഷാണ്. പിന്നെ ഷോർട്ട് ബോഡി കോയിക്കാർപ്പ്, ബട്ടർഫ്ലൈൻ്റെ ഷോർട്ട് ബോഡി കോയിക്കാർപ്പ്, അതൊരു വെറൈറ്റിയാണ്. നോർമലി കോയിക്കാർപ്പിൻ്റെ പോലെ തന്നെ ഷോർട്ട് ബോഡി ആയിരിക്കും, അത് വലുതാവില്ല. ഓസ്കാർ, ടൈഗർ ഓസ്കാർ, ഇത് റെഡ് സ്നൂക്ക് എന്ന് പറയും. ഇതൊരു ടൈപ്പ് ഫിഷാണ്. അത് നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, കാരണം ഒരു വെറൈറ്റി ഫിഷാണെന്നാണ് പറഞ്ഞു കേട്ട്. റെഡ് സ്നൂക്ക് എന്നാണ് പറയുക അതിനെ. പീക്കോക്ക് ബാസ്, ഇതിൻ്റെ പേര് കാൽബെറി എന്നാണ്. ഇത് മോൺസ്റ്റർ ഫിഷാണ്, നല്ല വലിപ്പം വയ്ക്കുന്ന ടൈപ്പ് ഫിഷാണ്.
പിന്നെ പ്ലാൻസ് അവിടെ കുറേ അവൈലബിൾ ആണ്. ആ പ്ലാൻസ് ഷിപ്മെൻറ്റ് വരുന്നത് വീക്കിലി 1 ടൈമാണ്. അപ്പോൾ ആ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പ്ലാൻസ് കാണാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അവിടെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും, കാരണം ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയാൻ പറ്റും ഇന്ന ഷിപ്മെൻറ്റ് ഏത് ദിവസങ്ങളാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം. അപ്പം നിങ്ങൾക്ക് ഏത് ഫിഷാണോ ആവശ്യം അവർ പറയുന്നതനുസരിച്ച് പോയിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, അത് നമുക്ക് കാണാൻ പറ്റും. ഏതെങ്കിലും ദിവസം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫിഷ് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ ബൾക്കായിട്ട് ആരെങ്കിലും വന്ന് കൊണ്ടുപോകാൻ ഒറ്റയടിക്ക് അവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫിഷ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യും. അന്നേരം ചിലപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ഫിഷ് കിട്ടിക്കൊള്ളണമെന്നില്ല. അതേപോലെ അരവാണ കണ്ടില്ല, സിൽവർ അരവാണ കുറേ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഫൈറ്റ് ഉണ്ട് കണ്ടില്ല, എന്തുമാത്രം വെറൈറ്റീസാണ്. ഗാലക്സി, പ്ലക്കട്ട്, കൗബറ്റ, പിന്നെ ഗാലക്സിയുടെ വേറെ ടൈപ്പ് കോയി ഹാഫ് മൂൺ ടൈപ്പിൻ്റെ ബട്ടർഫ്ലൈ ഉണ്ട്. ഹാഫ് മൂണിൽ മസ്താർഡ് വരുന്നുണ്ട്. ബട്ടർഫ്ലൈ റെഡ് ഉണ്ട്, ഫുൾ റെഡ്, അതിൻ്റെ തന്നെ ഫുൾ ബ്ലൂ വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ബെറ്റേഴ്സ് അവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ ബട്ടർഫ്ലൈയിൽ പെടുന്നതാണ്. പിന്നെ റെഡ് ആൻഡ് വൈറ്റ് പാരറ്റ്, ഓസ്കാർ, ഇത് ഗോൾഡ് സ്പോട്ട് ക്യാറ്റ് ഫിഷ് എന്ന് പറയും. ക്യാറ്റ് ഫിഷിൻ്റെ ഇതിൽ പെടുന്ന ഒന്നാണ് ഗോൾഡ് സ്പോട്ട് ക്യാറ്റ് ഫിഷ്. ഗാറ്, സ്പോട്ടഡ് ഗാറ്, ഇതിനെക്കുറിച്ച് അറിയാത്തവർ ആരും ഉണ്ടാവില്ല. ഒത്തിരി വലിപ്പം വയ്ക്കുന്ന ഫിഷാണ്, മോൺസ്റ്റർ ഫിഷാണ്. പിന്നെ സിൽവർ ഷാർക്ക്, ബാല ഷാർക്ക് എന്നും പറയും. ഡിസ്കസിൻ്റെ അവർക്ക് നല്ല നല്ല വെറൈറ്റീസ് വരും. പിന്നെ ഇത് ബട്ടർഫ്ലൈയിൽ തന്നെ ഷോർട്ട് ബോഡി വൈറ്റ്, ഇത് സ്നേക്ക് ഹെഡാണ്, റെഡ് സ്നേക്ക് ഹെഡ് എന്ന് പറയും. നമ്മൾ വരാലി ഫിഷ് എന്നൊക്കെ പറയൂലേ, ഓൾമോസ്റ്റ് അതുപോലത്തെ ആ ഒരു ഫിഷിൻ്റെ ഇതിൽ പെടുന്നതാണ്. ഇത് ടിൻഫോയിൽ ബാർബിൽ 2-3 കളേഴ്സ് ഉണ്ട്. നമുക്ക് നേരെ നടത്തോട്ടൊന്ന് പോവാം. ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടോസ, ചിക്ലേറ്റ്സിൻ്റെ വേറെ ടൈപ്പിൽ പെടുന്നതാണ്. ഫ്രണ്ടോസ എന്ന് പറയും. ഫ്രണ്ടോസിൽ തന്നെ വേറെ ഒന്നുണ്ട്, വിഡോ ഫ്രണ്ടോസ. പിന്നെ ഇത് വന്നിട്ട് ഈലാണ്, എല്ലാം ഹൈഡായിട്ട് റെസ്റ്റ് എടുക്കുകയാണ് ആൾക്കാർ, അല്ല തല മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഡിസ്കസിൻ്റെ വേറെ കുറച്ച് വെറൈറ്റീസ്, കുറച്ച് കളേഴ്സ്. ഇത് വന്നിട്ട് എലഫൻറ്റ് നോസ് എന്ന് പറഞ്ഞിട്ട് ഫിഷാണ്. ലോങ് ടൈൽ കോഴിക്കറുപ്പ്, ഇത് റെയിൻബോ ഫിഷ്, റെഡ് റെയിൻബോ എന്നാണ് പറയുക. പിന്നെ ലൊബസ്റ്ററിൻ്റെ തന്നെ വൈറ്റ്, പിന്നെ റെഡ്, ഓറഞ്ച്, ബ്ലൂ, അങ്ങനെയുള്ള കളേഴ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഗപ്പീസ് ഇപ്രാവശ്യം കുറച്ച് സ്റ്റോക്ക് കുറവാണ്, അതിൻ്റെ ഷിപ്മെൻറ്റ് വന്ന് കഴിഞ്ഞതെന്നാണ് പറഞ്ഞത്. നല്ലൊരു ഫ്ലവർ ഓൺ ഉണ്ടായിരുന്നു. പിന്നെ ചിക്ലസിൻ്റെ ചെറിയ ടൈപ്പ് ചിക്ലസ്, അതിന് കുറച്ച് കളേഴ്സ് അവിടെ ഉണ്ട്. ഇത് ഗ്രീൻ ക്രോമൈഡ് എന്ന് പറയും, നമ്മൾ കരിമീൻ എന്നൊക്കെ പറയുന്ന പോലത്തെയുള്ള ഫിഷാണത്. ഇത് മോണോസീബിയ, ഇത് വന്നിട്ട് അരവാണയാണ്, ഗോൾഡൻ അരവാണയാണത്. പിന്നെ ബ്ലാക്ക് ടെട്ര, റെയിൻബോ ഷാർക്ക്, ആൽബിനോ റെയിൻബോ ഷാർക്ക്, ഡാഗുറാമി, ആൽബിനോ സിൽവർ അരവാണ. പിന്നെ ടെട്രയുടെ തന്നെ വേറെ കളേഴ്സ് ആയിട്ടുള്ള ടെട്രസ് അവിടെ ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് കോമറ്റിൽ കാലിക്കോ ഷബിക്കൻ എന്ന് പറയും. ഇത് ഷാർക്ക് പങ്കാഷ്യസ് എന്ന് പറയും, അതിൻ്റെ ആൽബിനോ പിന്നെ ബ്ലാക്ക്. ഇതാണ് ടെട്രയുടെ വിഡോ ടെട്രയുടെ 2-3 കളേഴ്സ് ഉണ്ട്. പിന്നെ കോമറ്റ് ഫിഷ് ഉണ്ട്. ഇത് ചിക്ലസ് മിക്സായിട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ റെയിൻബോ ഷാർക്കിൻ്റെ തന്നെ ബ്ലാക്ക്. ഇത് ഉവാറു എന്ന് പറയും, ഉവാറു ഫിഷ്. മറ്റേ ട്രോഫിയസ്, ഇത് ഉവാറുവിൻ്റെ തന്നെ കളർ നോർമൽ ഉവാറു. പിന്നെ മാല ചിക്ലസിൻ്റെ തന്നെ ചെറിയ ടൈപ്പ് ചിക്ലസ്. പിന്നെ ഇത് ക്ലീനിങ് ഫിഷാണ്, അൽജിയേറ്റർ എന്ന് പറയും. ഏഞ്ചൽ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഇത് വന്നിട്ട് സ്കാറ്റ്, സിൽവർ സ്കാറ്റ് എന്ന് പറയും. ഇത് മോൺസ്റ്റർ ഫിഷാണ്, ഗോൾഡൻ ക്യാപിറ്റോ. അതുപോലെ സിൽവർ ഷാർക്കിൻ്റെ ചെറിയ ടൈപ്പ്,
നമ്മുടെ ഗ്ലോ ലൈറ്റ് ടെട്രയുടെ യെല്ലോ കളറ്. ഇത് കളർ ടെട്ര എന്ന് പറയും. ഇത് ആർട്ടിഫിഷ്യലാണ്, കളർ പോവും, കുറച്ച് കാലം ലൈഫുള്ളൂ കളറിന്. ഇത് മിക്സ് ആക്കിയിട്ട് കുറച്ച് ഗ്ലോ ലൈറ്റ് ടെട്രാസ്, ഇതിൻ്റെ എല്ലാം കൂടി എല്ലാ കളറും മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് കാണാൻ ഇതുപോലെ നല്ല ഭംഗിയുണ്ടാവും. അത് സിംഗിൾ ടാങ്കിൽ എന്തുകൊണ്ട് ഒട്ടിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബൾക്കായിട്ട് ആരെങ്കിലും വന്ന് 10-20 പീസ് ഒരുമിച്ച് വേണമെന്ന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പിടിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ്. മിക്സ് ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അവർ സിംഗിളായിട്ട് ഓരോ ടാങ്കിലും ഓരോ കളർ ഇട്ടിരിക്കുന്നത്. ഇത് പീക്കോക്ക് ബാസിൻ്റെ കാൽബരി ടെമൻസിസ് എന്ന് പറയുന്ന ടൈപ്പ് പീക്കോക്ക് ബാസാണ്. ഇത് നല്ല വലിപ്പം വയ്ക്കും, മോൺസ്റ്റർ ഫിഷാണ്. ഇത് ബ്ലൂ ഹുക്ക്, ഡോളറിൻ്റെ തന്നെ ഡോളറിലൊരു ബ്ലാക്ക് ബാർ വരുന്ന പോലത്തെ ടൈപ്പ്. പാരറ്റിൻ്റെ യെല്ലോ ആൻഡ് വൈറ്റ് പാരറ്റ്, ഇതൊരു വെറൈറ്റീസാണ്, നല്ല കളറാണ്, കാണാൻ എന്തൊരു ഭംഗിയാണ്. യെല്ലോ ആൻഡ് വൈറ്റ് പാരറ്റ്. പിന്നെ ഡിസ്കസിൻ്റെ വേറെ കുറച്ച് ടൈഗർ ഡിസ്കസ് എന്ന് പറയും. ഇതൊക്കെ നല്ല സൈസുണ്ട്, വലിയ സൈസാണ്. പിന്നെ കുറച്ച് ഫ്രോഗ്, ഇത് മെയിനായിട്ട് അറവാണയ്ക്ക് ഫീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. നല്ല എന്താ പറയുക, അത്യാവശ്യം മൂവിങ് ഉള്ള സാധനമെന്നാണ് പറഞ്ഞു കേട്ടെ. അപ്പോൾ ഇതേപോലെ ഇനിയിപ്പോൾ ഒരുപാട് ഇവിടെ കാണിക്കാനുണ്ട്. അറവാണയുടെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്, പിന്നെ സ്റ്റിംഗ്ലിയൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ട്. അതിപ്പോൾ എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ ഞാൻ ഒതുക്കുന്നില്ല. ഇതിൻ്റെ പാർട്ട് എന്നുള്ളത്തോളം അറവാണയുടെ സ്പെഷ്യലായിട്ട്, സ്റ്റിംഗ്ലിയൻ്റെ സ്പെഷ്യലായിട്ട്, ഡിസ്കസിൻ്റെ സ്പെഷ്യലായിട്ട് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അവരുടെ ലോട്ട് വരുന്ന സമയത്ത്, ഷിപ്മെൻറ്റ് വരുന്ന സമയത്ത് ഒന്ന് ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യാം. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ കൂടെ പറയുന്നു, ഹാപ്പി ഫിഷസ്, പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.